പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥ പി വത്സലയുടെ ഒരു കഥയാണ്. ഒരു ആദിവാസി പശ്ചാത്തലത്തിലുള്ള കഥയാണ്. അപ്പോൾ ഒരു ആദിവാസി സ്ത്രീയുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണ് ഇത്. നമ്മളുടെ അരികുപറ്റപ്പെട്ട ജീവിതങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും അതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം അതിനെ എങ്ങനെയെല്ലാം തരണം ചെയ്യുന്നു എന്നും വ്യക്തമാക്കുന്ന ഒരു കഥയാണ്. പേമ്പിയുടെ കഥയാണ് ഞാനിന്ന് വായിക്കുന്നത്. പേമ്പി പി വത്സല. കറുത്ത കുടിലിൻ്റെ വാതിൽക്കൽ അവൾ നിൽക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവളുടെ തലമുടിയിൽ ചൂടിയിട്ടുണ്ടാകാവുന്ന തണുത്തു വിറയ്ക്കുന്ന വെള്ളിലകൾ പോലെ, ചുറ്റും കാണുന്ന കാടുപോലെ, മഞ്ഞുതുള്ളികൾ ഏറ്റു മരവിച്ച കൊയ്ത്തു കഴിഞ്ഞ വയലിലെ നെൽക്കുറ്റികൾ പോലെ തൻ്റെ ഉള്ളും മരവിച്ചിരിക്കുകയാണെന്ന് അയാൾ സ്വയം ഉറച്ചു. കോലായിലെ മൺവിളക്കിൻ്റെ നേർത്ത വെളിച്ചത്തിൽ അവളുടെ ഇരുണ്ട ചേലയുടെ മഞ്ഞക്കര ഒരു വാളുപോലെ മിന്നി. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ നടുങ്ങി. അവസാനം യാത്ര പറയേണ്ട നിമിഷം എത്തിയിരിക്കുന്നു. പറിച്ചെറിയാൻ വയ്യാത്ത നിമിഷം. ഞാൻ നാട്ടിലേക്ക് പോണു പേമ്പി. കൊയ്ത്തു കഴിഞ്ഞ കണ്ടത്തിലെ നെൽക്കുറ്റികളോടും പോയ കൊല്ലം പുരപ്പുറത്ത് പുതച്ച കരിഞ്ഞ വൈക്കോലിനോടും ആരും യാത്ര പറയാറില്ലല്ലോ. ഇവളോടും യാത്ര പറയേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിച്ചു. 16 കൊല്ലം കൂടെ താമസിച്ചവളാണ്. കാട്ടുമുക്കിലെ തണുപ്പിനും ഏകാന്തതയ്ക്കും കുറവ് വരുത്തിയവളാണ്. കളത്തിലെ കാലികളെക്കുറിച്ച് ചിന്തിക്കാൻ ചെലവഴിച്ച സമയത്തിൻ്റെ 100% പോലും താൻ ഇവളെപ്പറ്റി ഓർക്കാൻ ചെലവാക്കിയിട്ടില്ല. അതും അയാളെ നടുക്കി. കോലായിലെ വിളക്ക് ഒഴിഞ്ഞ നെല്ലറയിലേക്ക് വെളിച്ചം വീശി. മുളം ചെറ്റയുടെ ഇരുവശത്തും കളിമണ്ണുകൊണ്ട് തേച്ചു പിടിപ്പിച്ച തണുപ്പു കടക്കാത്ത അറ അവളുടെ കൈകൾ തീർത്തതാണ്. നെല്ലിടാൻ തുടങ്ങിയപ്പോൾ അതിനകം അവൾ കണ്ടിട്ടില്ല. തനിക്കും അവൾക്കും ചെലവിനു വേണ്ട നെല്ല് ദിവസവും അറവാതിൽക്കൽ കാണുന്ന മുറത്തിലേക്ക് അളന്നിട്ടു കൊടുത്തു. അപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയില്ല. അവൾ നന്ദിയോടെ നെല്ലുകുത്തി അരിയാക്കി ആവി പറക്കുന്ന ചോറ് മുമ്പിൽ കൊണ്ടുവന്നു വിളമ്പി. ചില ദിവസങ്ങളിൽ ഉണ്ടു, ചിലപ്പോൾ വിശന്നിരുന്നിട്ടും മനഃപൂർവ്വം പറഞ്ഞു, എനിക്ക് ഊണ് വേണ്ട, ഞാൻ പുറമേ ഉണ്ടു. താൻ ഒരു ഗൃഹസ്ഥനല്ല, വീട്ടിൽ സമയത്തിന് വന്ന് ഉണ്ണാൻ ബാധ്യസ്ഥനുമല്ല. ഇവൾ തൻ്റെ വെപ്പാട്ടി, വേലക്കാരി, അരിവയ്പ്പുകാരി. നാളെ എന്നൊരവസ്ഥ ഇവൾക്കും തനിക്കും ഇടയിലില്ല. അതറിഞ്ഞു ജീവിച്ചോട്ടെ. അറയിലെ നെല്ല് മുഴുവനും ഇന്നലെ മമ്മദിന് അളന്നു വിറ്റപ്പോൾ അവൻ ചോദിച്ചു, കോവാലൻ നായർ എന്നാ നാട്ടിലേക്ക് പെട്ടെന്നൊരു പോക്ക്? ഇവിടെ നമ്മൾ തന്നെയാപ്പോ ഒടുക്കം. താഴ്വരയിൽ നിന്ന് ഇവിടെ ഇനിയും മനുഷ്യർ വരും. കാട്ടിൽ തേനുണ്ട്. 8 കൊടുത്താൽ നിധി എന്നു കരുതുന്ന കുറുമരും കുറിച്യരും ഓരോ കുപ്പിത്തേൻ കൊണ്ടുവന്നു കൊടുക്കും. ഒരു കഷണം പുകയില കൊണ്ട് വിലയ്ക്ക് വാങ്ങാവുന്ന അടിയാത്തി പെണ്ണുങ്ങൾ എത്രയെങ്കിലും ഉണ്ട് ഇവിടെ. ഒരു ഗ്ലാസ് ശർക്കര ചായയ്ക്ക് ഒരിടങ്ങഴി പച്ച നെല്ല് കൊടുക്കാൻ അടിയാന്മാരുണ്ട്. ഇവിടെ മണ്ണ് വിലയ്ക്ക് കിട്ടുന്നത് താഴ്വരയിലെത്തിച്ചാൽ പൊന്നു വിലയ്ക്ക് വിൽക്കാം. ഞാനല്ലെങ്കിലും ഇവിടെ സ്ഥിരക്കാരനൊന്നുമല്ലല്ലോ. തൻ്റെ പഴയ പല്ലവി ആവർത്തിച്ചു ഉറക്കെ. അകത്തുള്ളവർ കേൾക്കണം. തനിക്കൊരു കുടുംബം നാട്ടിലുണ്ട്. 16 കൊല്ലം കൂടെ സഹിച്ച പേമ്പി തൻ്റെ ആരുമല്ല. കാട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പുഷ്ടിയേറിയ ഈ കറുത്ത മണ്ണ് പോലെ ഇടക്കാലത്ത് ഒന്നു കാണുക പോലും ചെയ്തിട്ടില്ലാത്ത മീനാക്ഷി തൻ്റെ ഭാര്യയാണ്. ആണോ? അവളുടെ മകൻ ഇന്ന് തന്നെ തിരിച്ചറിയുമോ? അവൾ ഇനിയും തന്നെ സ്വീകരിക്കുമോ എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. നാട്ടിലേക്ക് പോകണം. അടച്ചുപൂട്ടിയ ഇരുമ്പു പെട്ടിയുടെ പൂട്ട് അയാൾ ഒന്നുകൂടി പരിശോധിച്ചു. പെട്ടിപ്പുറത്തിരുന്ന നീളമേറിയ ടോർച്ചെടുത്ത് തെളിയിച്ചു. വെറുതെ വയലിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു കഠാരം പോലെ അതിൻ്റെ വെളിച്ചം അക്കരെ കാട്ടിൻ്റെ ഹൃദയത്തിൽ ചെന്നു തറച്ചു. അയാൾ പെട്ടെന്ന് ലൈറ്റ് അണച്ച് ടോർച്ച് ഇരുമ്പ് പെട്ടിയുടെ മീതെ വെച്ചു. നടക്കുമ്പോൾ മുട്ടുവിറയ്ക്കുന്നു. അത്രയ്ക്ക് തണുപ്പുണ്ടോ? മൺചുവരോട് ചേർത്തിട്ട മുക്കാലിയിൽ ചെന്നിരുന്നു. ചാണകവും കരിയും മെഴുകി മിനുത്ത ചുമർ ദേഹത്തു തട്ടിയപ്പോൾ നടുങ്ങി.
ഇത് വേമ്പിയുടെ സ്പർശനമാണ്. തൊടുന്നതെന്തും അവളുടേതാണ്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കയറി വന്നത് ആർത്തിയോടെ ദേഹത്ത് ചാടി വീണ് രക്തം വലിച്ചൂറ്റുന്ന അട്ടകളെ പറിച്ചെറിഞ്ഞുകൊണ്ടാണ്. തണുത്തു മരവിച്ച കാട്ടിലകൾ വിറച്ചുകൊണ്ടിരുന്നു. കാടുകയറിക്കിടന്ന വയലിൽ മണ്ണട്ടകൾ കൂട്ടക്കരച്ചിൽ നടത്തിയിരുന്നു. ഞണ്ടുകൾ തിടുക്കത്തിൽ മാളങ്ങളിൽ കയറി ഒലിച്ചു. കാട്ടുചോലയുടെ ഇരമ്പം ഭയാനകമായിരുന്നു. കഷ്ടപ്പാടുകളുടെ ഉരുളൻ കല്ലുകളിൽ തെന്നിച്ചാടി ഇരച്ചു പതച്ച് ഒഴുകുന്ന അടിയാരുടെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ചോല. നേത്യാരമ്മയുടെ വാക്കുകേട്ട് ഈ കാട്ടുമൂലയിൽ വിത്തിടാൻ പോന്നത് വിഡിത്തമായെന്ന് തോന്നി. ഉടുക്കാനും തേക്കാനും തരാത്തൊരു നായരെ നണക്കെന്തിനാടി എന്ന് ചോദിച്ച അമ്മാവൻ്റെ മുഖത്ത് ഇനി നോക്കരുത് എന്നുറപ്പിച്ചു പറഞ്ഞു. പച്ചമണ്ണിൻ്റെയും ചാണകത്തിൻ്റെയും മണമുള്ള കുടിലിനകത്തു കയറി. നണക്കിവിടെ ഒന്നിൻ്റെ കുറവുണ്ടാവൂല ഗോപാല, നേത്യാരമ്മ പറഞ്ഞു. പുതുതായി വാങ്ങിച്ച തടിച്ചു കരുത്തനായൊരു എരുതിനെ കിട്ടിയ തൃപ്തിയും സന്തോഷവും ഉണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ. ഇവിടെ ജോലിയുണ്ട്, ചെയ്യാൻ തരല്ലായേ ഉള്ളൂ. കാട് കയ്യേറിയ കന്നിമണ്ണിൽ കനകം വിളയിക്കാമെന്ന് വയനാട്ടിൽ വന്നു കൂടിയ ശേഷം അവർ മനസ്സിലാക്കിയിരുന്നു. നല്ലത്. വല്യമ്മാവൻ്റെ മുഖത്ത് നോക്കണമെങ്കിൽ ഇവിടെ കുറേ നാൾ കൂടണം. എന്ത് ജോലിയാണാവോ? കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ദിവസം കാവല്, അത്രേ ഉള്ളൂ. മകരത്തിലെ മരം കോച്ചുന്ന തണുപ്പത്ത് എന്നു കേട്ടിട്ടേയുള്ളൂ നാട്ടിൽ. അനുഭവിച്ചറിഞ്ഞു. മനുഷ്യനെ കലാക്കുന്ന തണുപ്പ്. മരവിച്ചു നിൽക്കുന്ന കാട് ചുറ്റും. 4 പുറവുമുള്ള കാവൽ പന്തലുകളിൽ നിന്നു കേട്ട പാട്ടുകൾ കൂർക്കം വലികളായി മാറുന്നു. ആനക്കാവലിനും പന്നിക്കാവലിനും ഉണ്ടാക്കിയ പന്തലുകളിലെ തീക്കുണ്ടത്തിനുമേതെ നല്ല സുഖം, നല്ല ഉറക്കം. പന്നി മുക്രയിട്ട് നടക്കുന്ന കതിര് വിളഞ്ഞ വയലിന് നടുക്ക് കരിമ്പടം പുതച്ച് ഉറങ്ങുന്ന കാവൽക്കാർ അടിയന്മാർ. അവർക്കെങ്ങും ഉറങ്ങി ശീലമാണ്. താൻ മാത്രം ഉറക്കം വരാതെ യഥാർത്ഥ കാവലിരുന്നു. ആനക്കാട്ടിൽ പച്ചമുളകൾ വളഞ്ഞൊടിയുന്ന ശബ്ദം കേട്ടു. ശ്വാസമടക്കി കയ്യോളം പോന്ന നീണ്ട ടോർച്ച് സമീപമില്ലേ എന്ന് പരിശോധിച്ചു. കല്ലെറിഞ്ഞു പഠിച്ച കവണക്കയറിൻ്റെ അറ്റം പെരുവിരലിൽ ഭദ്രമായി ചുറ്റിപ്പിടിച്ചു. ഉണങ്ങിയ വിറകുമുട്ടികൾ തീ കൊടുക്കാൻ പാകത്തിൽ അടുക്കി വെച്ചു. തണുത്തിരുണ്ട ആകാശത്തിലെ നേർത്ത ചന്ദ്രകല കണ്ടപ്പോൾ ഒറ്റക്കണ്ണൻ രാക്ഷസനെ ഓർത്തു. കണ്ണിറുക്കി അടച്ചു. ഉറങ്ങിപ്പോവില്ല. എന്നാലും മുട്ടിനു മീതെ കരിമ്പടം വലിച്ചു കയറ്റി. 1000 അസ്ത്രങ്ങൾ കാലിൽ തരിച്ചു കയറുമ്പോൾ ഉറങ്ങിയില്ല. നേത്യാരമ്മയുടെ വയൽ പന്നി കയറി നശിക്കില്ല. ഒരു കതിരും കാട്ടാന ചവിട്ടി മെതിക്കില്ല. കിഴക്കിനു ചുവപ്പു നിറം കണ്ടപ്പോൾ കാലുകൾ അറിയാതെ കരിമ്പടത്തിനുള്ളിലേക്ക് വലിഞ്ഞു. അറച്ചറച്ചുകൊണ്ട് നിന്നിരുന്ന ഉറക്കം ചാടി പിടിച്ച് കീഴടക്കി കളഞ്ഞു. ഏയ് ഏയ്, മീനാക്ഷിയാണോ? അവൾ ഇത്ര നേരത്തെ കുളി കഴിഞ്ഞു വന്നോ? ഞെട്ടി ഉണർന്നു. ജാള്യതയോടെ കണ്ണു തിരുമ്പി കരിമ്പടം മൂക്കിനു കീഴേ വലിച്ചിട്ടു. പതുക്കെ ചുറ്റും നോക്കി. ഒന്നും കാണുന്നില്ല. ഒരു പുക, മൂടൽമഞ്ഞിൻ്റെ പുക. കിഴക്കിനു ചുവപ്പു നിറം കണ്ടപ്പോൾ കാലുകൾ അറിയാതെ കരിമ്പടത്തിനുള്ളിലേക്ക് വലിഞ്ഞു. അറച്ചറച്ചുകൊണ്ട് നിന്നിരുന്ന ഉറക്കം ചാടിപ്പിടിച്ചു കീഴടക്കിക്കളഞ്ഞു. ഏയ് ഏയ്, മീനാക്ഷിയാണോ? അവൾ ഇത്ര നേരത്തെ കുളി കഴിഞ്ഞു വന്നോ? ഞെട്ടി ഉണർന്നു. ജാള്യതയോടെ കണ്ണു തിരുമ്പി കരിമ്പടം മൂക്കിനു കീഴേ വലിച്ചിട്ടു. പതുക്കെ ചുറ്റും നോക്കി. ഒന്നും കാണുന്നില്ല. ഒരു പുക, മൂടൽമഞ്ഞിൻ്റെ പുക. ഏയ് ഏയ്, ശരം പോലെ പാഞ്ഞു വന്ന സ്വരം മഞ്ഞിനെയും തണുപ്പിനെയും തുളച്ച് ഉള്ളിൽ കയറി. ഈ തണുപ്പിൽ എണീറ്റു നടക്കുന്ന ജീവി ഏതാണ്? പന്തലിൻ്റെ കാലിനു തൊട്ടു താഴെ കറുത്ത ചേലകഷ്ണം ചുറ്റിയ ഒരു പെണ്ണ്. തലേനാൾ ചൂടിയ ചതഞ്ഞ വെള്ളിലകൾ കാറ്റിൽ വിറയ്ക്കുന്നു. എന്താ? പെൺകുട്ടി നേത്യാരമ്മയുടെ കളത്തിനു നേരെ വിരൽ ചൂണ്ടി. കീറിയ ചേലകഷ്ണത്തിനിടയിലൂടെ തണുപ്പിൻ്റെ ശരങ്ങൾ അവളെ ആക്രമിച്ചു കൊണ്ടിരുന്നു. നീ പൊയ്ക്കോ. അവൾക്ക് മനസ്സിലായെന്നു തോന്നുന്നു. ചേലത്തുമ്പ് കൂട്ടിപ്പിടിച്ച് മഞ്ഞു നിറഞ്ഞ വയലിലൂടെ അവൾ മുങ്ങാങ്കുഴിയിട്ടു. കൈകൾ കൂട്ടിത്തിരുമ്മി. കരിമ്പടം കൊണ്ട് അടിമുടി പുതച്ച് നനഞ്ഞ വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ ഓർത്തു, മീനാക്ഷി കുളിച്ചു വന്നിട്ടുണ്ടാകുമോ? പുൽത്തുമ്പുകളിൽ തങ്ങി നിന്ന മഞ്ഞുതുള്ളികൾ അവളുടെ ഈറൻ തലമുടിയിൽ നിന്ന് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികളെ ഓർമ്മിപ്പിച്ചു. വേണ്ട, മീനാക്ഷി വല്യമ്മാവൻ്റെ മകളാണ്. താൻ നേത്യാരമ്മയുടെ വേലക്കാരനാണിവിടെ.
ധൃതിയിൽ നടന്നു. കളത്തിൻ്റെ പടിക്കലെ അത്തിമര ചുവട്ടിൽ ചതഞ്ഞ പഴങ്ങളും മാനിൻ്റെ കാഷ്ടവും വീണുകിടന്നിരുന്നു. ആവി പൊങ്ങുന്ന കാപ്പിമൊന്ത മുമ്പിൽ വെച്ച് നേത്യാരമ്മ ചോദിച്ചു, ഇന്നലത്തെ കാവലിന് ഫലമുണ്ടായില്ലേ? അവരുടെ വിളർത്ത മുഖത്ത് സംതൃപ്തിയുടെ ചിരി. നാല് പുറത്തും ഇന്നലെ പന്നികളുടെ തിമർപ്പായിരുന്നു എന്നാണ് കേൾക്കണത്. നാല് പുറത്തെ വയലിലും ഇന്നലെ കാവൽക്കാർ നല്ല ഉറക്കമായിരുന്നു. എല്ലാം നശിച്ച വകയാണെന്നേ. 1.5 സേറ് വല്ലി വാങ്ങി കഞ്ഞി കുടിച്ച് നേരം വെളുക്കും വരെ പന്തലിൽ കിടന്നുറങ്ങിയിട്ടും കാവല്. ഒരു പറ നെല്ല് വല്ലി കിട്ടിയാലും നാട്ടിൽ നിന്നൊരാൾ ഈ കാവലിന് വരില്ല. അത് പറയാൻ പറ്റില്ല. താനോ വന്നു വിട്ടു. ഇനി ഇവിടെ തന്നെ. കറുത്ത ചേല കഷ്ണം ചുറ്റിയ പെണ്ണ് ചൂലുമായി മുറ്റമടിക്കാൻ വന്നു. നല്ലപോലെ അടിക്കണം കേട്ടോ, ഒന്നും കളന്തളിയാണ്. അവള് ചേലത്തുമ്പൊതുക്കി ഒന്ന് തല ഉയർത്തി നോക്കി ജോലി തുടർന്നു. തൊഴുത്തിലെ കാലികളുടെ മുഖഭാവമായിരുന്നു അന്നവൾക്ക്. നേത്യാരമ്മ വെളുക്കെ ചിരിച്ചുകൊണ്ട് തുടർന്നു, നമുക്ക് പന്നിക്കാലിൽ ഇക്കൊല്ലം വിത്തിടണം. നടുങ്ങി. പന്നിക്കാലിലോ വിത്തിടുകേ? നെല്ലിന് വില കയറിയപ്പോൾ തള്ളയുടെ ബുദ്ധി ഭ്രമിച്ചു പോയോ? ഒന്നുകൂടി തണുത്തു ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, വീടും നാടും വിട്ട് അവർ ഈ കാട്ടുമൂലയിൽ മനുഷ്യനും വാഹനങ്ങളും എത്താത്ത ദിക്കിൽ വന്നുകൂടിയിരിക്കുന്നത് കാടിൻ്റെ ചന്തം കണ്ട് രസിക്കാനൊന്നുമല്ല, സമ്പാദിക്കാനാണ്. തനിക്കും വയ്യേ ഇപ്പണി? മാരാരുടെ കളത്തിലെ കാര്യസ്ഥൻ നാട്ടിൽ നിന്ന് വന്നു കൂടിയിട്ട് കൊല്ലം 4 ആയുള്ളൂ. 6 ഏക്കർ കൃഷി സ്വന്തം, കാര്യസ്ഥപ്പണി വേറെ, ചെലവ് സൗജന്യം, അധ്വാനിക്കുന്നത് സമ്പാദ്യം. അമ്മാവനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അട്ടകൾ കുടിപാർക്കുന്ന ഏരിറങ്ങാത്ത കണ്ടത്തിൽ വിത്തിടുന്നതിൻ്റെ വിസമ്മതം പ്രകടിപ്പിച്ചില്ല. നേത്യാരമ്മയുടെ മുഖം തൊഴുത്തിനു പുറകിൽ നിൽക്കുന്ന വെളുത്ത റോസാപ്പൂ പോലെ വിടർന്നു. സംരക്ഷണമില്ലാതെ കാടുകയറിക്കഴിഞ്ഞ കാപ്പിത്തോട്ടം. ഒരരുകിൽ ചെളിയിൽ മുങ്ങാങ്കുഴിയിടുന്ന അട്ടയും ഞണ്ടുകളും നിറഞ്ഞ വയൽ. വയലിനെയും തോട്ടത്തെയും വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന റിസർവ് ഫോറസ്റ്റ്. 3 പുറവും. കുറിച്ചനും കൂടി കാര്യസ്ഥപ്പണി ഇട്ടെറിഞ്ഞു പോയ പന്നിക്കാലിലെ വയലിൽ എന്ത് ധൈര്യവും കൊണ്ടാണ് വന്നു കയറിയത്? അടിയാരെ വിളിച്ചു, ഏരുകെട്ടി. വളം വേണ്ട, വിത്തിട്ടു, ഞാറ് പറിച്ചു, നട്ടു. സന്ധ്യയുടെ നിഴൽ വീശുന്നതിനു മുമ്പ് വനത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ച് തിരികെ നേത്യാരമ്മയുടെ കളത്തിലേക്ക് പോന്നു. ചായ്പിൽ കിടന്നുറങ്ങി. കതിരു വീണപ്പോൾ നേത്യാരമ്മ കൽപ്പിച്ചു, ഗോപാലം വേണം കാവലിന്. പന്നി ആനയും വെച്ചേക്കില്ല ഒരു തെരി. ഇതുവരെ പാടുപെട്ടത് വെറുതെ ആവില്ലേ? പ്രതീക്ഷിച്ച വിപത്തായിരുന്നുവെങ്കിലും വന്ന് തലയിൽ കയറിയപ്പോൾ ഇരുന്നുപോയി. അടുക്കളക്കാരനെ വിളിക്കാതെ നേത്യാരമ്മ തന്നെ വിളമ്പിക്കൊടുത്ത ദോശയും തേനും അകത്താക്കി വലിയ ടോർച്ചും കരിമ്പടവും മാറാപ്പാക്കി പടി വരെ വന്ന നേത്യാരമ്മ പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങ് വരിക. ഇടയ്ക്ക് വിവരം അറിയാലോ. വരാം. പേടിപ്പെടുത്തും വിധം അസാധാരണ പുഷ്ടിയോടെ വളർന്നു നിൽക്കുന്ന നെൽച്ചെടികൾക്കു കീഴെ അട്ടകൾ പതിയിരിക്കുന്ന വയൽ വരമ്പുകൾ കാണാൻ കഴിയുന്നില്ല. കള പറിച്ചുകൊണ്ടു നിന്ന അടിയാത്തികൾ കരിമ്പട മാറാപ്പ് നോക്കി പിറുപിറുത്തു. 3 കാടുകൾ സന്ധിക്കുന്ന മൂലയ്ക്ക് ചോലയുടെ താഴെ ഒടിയിൽ നിൽക്കുന്ന ഊക്കൻ വെണ്ടമരം ദൂരെ നിന്നു കണ്ടു. മരത്തിനു കീഴെ പുതിയൊരു കുടിലിൻ്റെ അസ്ഥികൂടം തെളിഞ്ഞു. പുതുതായി ചീവിയ മുളകൾ 2-3 അടിയാന്മാർ ധൃതിയിൽ പണിയെടുത്തുകൊണ്ടിരുന്നു. നട്ടുച്ചയ്ക്കും കുത്തി തുളയ്ക്കുന്ന തണുപ്പ്. മുഴുത്ത വയൽ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി മുറ്റത്തിരുന്നു. അടിയാന്മാർ ചെളിമണ്ണ് വെട്ടിക്കൂട്ടിയ നിലം ഇടിച്ചമർത്തുന്ന ഒച്ച കാടുകളിൽ ചെന്നലച്ചു. നിലംതല്ലിയുടെ ഓരോ ഒച്ചയും മനസ്സിനെ നടുക്കി. ഇതാ ഇപ്പോഴവസാനിക്കും. അവർ അവസാനത്തെ ഇടി അടിക്കുന്നതും കാടിൻ്റെ നിഴൽ വലയിൽ വല വീശിയപ്പോഴേക്കും അവർ ജോലി നിർത്തി. പിന്നിൽ രൂപം പൂണ്ട കുടിലിലേക്കും അതിനു പിന്നിൽ കോട്ടമതിൽ പോലെ നിൽക്കുന്ന ഇരുണ്ട വനത്തിലേക്കും നോക്കി വേല മതിയാക്കിയ അടിയാർ ഇറങ്ങി വന്നു. അവർ ഇരുണ്ടു തുടങ്ങിയ കാട്ടിലേക്കും നിഴലു വീണ വയലിലേക്കും ഭീതിയോടെ നോക്കി. അവർക്ക് പോകണം. ആനയും പന്നിയും പതിയിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടണം. തൊട്ടു മൊട്ടക്കുന്നുകളിൽ കുന്നിരിക്കുന്ന കുടിലുകളിൽ എത്തിയാലേ പ്രാണൻ നേരെ വീഴുകയുള്ളൂ. പോകാൻ അനുവാദം കൊടുത്തു. വയലിൽ ഇറങ്ങിയപ്പോഴും പുതിയ തമ്പ്രാനെ അവർ തിരിഞ്ഞു നോക്കി. ഇടയ്ക്ക് കാലിൽ കടിച്ചു തൂങ്ങിക്കിടന്ന അട്ടകളെ പറിച്ചെറിഞ്ഞിട്ട് അവർ അതിവേഗം നടന്നു. വളവു തിരിഞ്ഞ് തുറന്ന വയലിലെത്തിയപ്പോൾ അക്ഷരമില്ലാത്ത അവരുടെ പാട്ടുകൾ നാലുപാടും മുഴങ്ങി. തണുപ്പ് തന്നെ വളയുന്നു.
മുറ്റത്തെ പാറക്കല്ലിൽ രാവിലെ കൊണ്ടുവന്നു വെച്ച കരിമ്പടവും മാറാപ്പും അകത്തു കൊണ്ടു ചെന്നിടണം. നേത്യാരമ്മ കൊടുത്തയച്ച ഒരു ചാക്കുസഞ്ചി തുറന്നു നോക്കിയിട്ടേയില്ല. കുടിലിലേക്ക് കുനിയാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നനുത്ത പാദപതനം കേട്ടു. അപ്പം പോ പയം കാണി കുടിലി അവ ചിന്ത ഓലിപ്പോയിൻ്റെ. ഞെട്ടി തിരിഞ്ഞു നോക്കി. മുറ്റത്ത് ആ പെണ്ണ് കളത്തിലെ അടിച്ചു തളിക്കാരി പേമ്പി. കാട്ടിലെ ചക്കയും വയൽവരമ്പിലെ ഞണ്ടും പിടിച്ചു തിന്നു കഴിയേണ്ട പേമ്പി. കറുത്ത ചേലത്തുണ്ടിനു പകരം അവൾ ഒരു വലിയ ചിന്ത ചുറ്റിയിരിക്കുന്നു. തലയിലിരുന്ന സാമാന്യം വലിയ കുട്ട കുടിലിൻ്റെ കോലായിൽ ഇറക്കി അവൾ മൊഴിഞ്ഞു. പച്ചയൻ്റെ തമ്പരാട്ടി തന്തേച്ച്. അവളുടെ തലമുടിയിൽ ചൂടിയിരുന്ന പുത്തൻ വെള്ളിലകൾ മരവിച്ച ചിരി ചിരിക്കുകയും തണുത്ത് വിറയ്ക്കുകയും ചെയ്തു. നീ ഒറ്റയ്ക്കാ വന്നത്? മറുപടി പറയുന്നതിനു പകരം അവൾ താഴെ വയലിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവളുടെ അപ്പൻ മൊണ്ണൻ വയൽവരമ്പിലൂടെ ശരം വിട്ട പോലെ ഓടുന്നു. അപ്പോൾ നീ? നാക്കു കടിച്ചു. നേത്യാരമ്മ തന്നെ ഇവിടെ തളച്ചിടാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നു. മകളെ വനമധ്യത്തിൽ തനിക്ക് കൂട്ടാക്കി ഇറങ്ങിപ്പോയ അവളുടെ അപ്പൻ്റെ രൂപം മനസ്സിൽ തറച്ചു. അവളെ തിരികെ കുടിലിൽ കൊണ്ടുചെന്നാക്കണം എന്ന ചിന്ത ഉള്ളിൽ ബലമായി ഉദിച്ചു. തനിക്ക് ഇന്നു തന്നെ തിരിച്ചു വരാൻ നേരമുണ്ടോ? ആളൊഴിയാൻ കാട്ടിറമ്പിൽ കാത്തു നിൽക്കുന്ന പന്നികൾ, ആനകളും ഉണ്ടാവാം. നേത്യാരമ്മ പറഞ്ഞില്ലെന്നേയുള്ളൂ. വയൽവരമ്പിൽ വീണു കിടക്കുന്ന ആനപ്പിണ്ടിയുടെ ഗന്ധം അടങ്ങിയിട്ടില്ല. ടോർച്ചും കവണയും കല്ലും കയ്യിൽ കരുതാം. പേമ്പിയെ കൊണ്ടുചെന്നാക്കിയിട്ടു വേറെ കാര്യം. തന്നോടൊരു വാക്ക് ചോദിക്കാതെ ഈ പെൺകുട്ടിയെ കാടിനു നടുക്കുള്ള തൻ്റെ കുടിലിലേക്ക്, ഒരു പെണ്ണില്ലെങ്കിലും താൻ നല്ലൊരു കാവൽക്കാരനായി ഇവിടെ താമസിക്കും, കാണിച്ചു കൊടുക്കണം അത്. മഫ്ലർ തലയിൽ കെട്ടി കരിമ്പടം കുടഞ്ഞു പുതച്ചു. ടോർച്ചെടുത്തു. അകത്തു ചെന്നു. അടുപ്പിൽ പച്ചച്ചാണകം തളിച്ച നിലത്ത് വിറകു പൊട്ടിത്തെറിച്ച് കത്തുന്നു. നിനക്കു കുടിലിൽ പോകണ്ടേ? അവൾ തലയാട്ടി. ഇവിടെ പാർക്കാൻ ഭയമില്ലേ? കാണി. അവളുടെ കല്ലുപോലത്തെ ഇരിപ്പു കണ്ട് ബോധ്യമായി അവളിനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അമർഷം പതഞ്ഞുയർന്നു. അടിയാന്മാരെ പോലെ തന്നെയും അടിമയാക്കാമെന്നോ? ആന ഇറങ്ങുന്ന വയലിൽ ആണ്ടുതോറും നെൽകൃഷി ഇറക്കാൻ ഒരു കാര്യസ്ഥനെ കിട്ടിയെന്ന് നേത്യാരമ്മ കരുതണ്ട. ഈ കൊയ്ത്ത് കഴിഞ്ഞോട്ടെ. വയനാട്ടിലെ പെണ്ണിനെ കൊണ്ടല്ല ഗോപാലൻ നായർ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കണം. നേരെ ഒന്ന് വെളുത്തോട്ടെ. മീനാക്ഷിയെ ധ്യാനിച്ചു കൊണ്ട് ഉറങ്ങാൻ ശ്രമിച്ചു. മീനാക്ഷി ദുഷ്ടനായ വല്യമ്മാവൻ്റെ മകളാണ്. തന്നെ അപമാനിച്ച അമ്മാവൻ്റെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കുടിലിനു പുറത്ത് ഊക്കൻ പുളിമരത്തിൽ കെട്ടിയ പന്തലിൽ കാവലിരുന്നു. ഒരു പോള കണ്ണടച്ചില്ല. ഉരുണ്ടുകൂടിയ ഇരുട്ടുപോലെ തോന്നിച്ച കുടിലിൽ കത്തിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്ക് എപ്പോഴേ കെട്ടു. സന്ധ്യയ്ക്ക് വയലിൻ്റെ ഓരത്തു കത്തിച്ച തീക്കുണ്ടത്തിൽ നിന്ന് അപ്പോഴും പുക ഉയർന്നുകൊണ്ടിരുന്നു. മുളം കമ്പുകളിൽ ചവിട്ടി പന്തലിൽ നിന്നിറങ്ങി കരിമ്പടം കൊണ്ട് ചുറ്റി പിടിച്ചു നടന്നു. കുടിലിനകത്ത് ഇരുമ്പുവളകൾ കിലുങ്ങുന്ന ശബ്ദം കേട്ടു. പാത്രങ്ങൾ കിലുങ്ങുന്നു. അടുപ്പിൽ തീ. വലിയ ചെമ്പു നിറയെ വെള്ളം ചൂടായി കിടക്കുന്നു. കുളിക്കാനാണ്. തനിക്ക് വേണ്ട. പച്ചവെള്ളത്തിനെന്താ തകരാറ്? കാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ചോലവെള്ളം മുളമ്പാത്തിയിലൂടെ കുടിലിൻ്റെ വടക്കേ മുറ്റത്ത് വീണുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടു. ഐസുപോലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചു. ആവി പറക്കുന്ന കഞ്ഞി അവൾ തളികയിൽ കൊണ്ടുവന്നു വെച്ചു. കുടിക്കണോ? അടിയാത്തി വെച്ച കഞ്ഞി. നേത്യാരമ്മയ്ക്ക് കീഴടങ്ങണോ? വേണ്ട. അമ്മാവൻ ദുഷ്ടനാണ്. തന്നെ അപമാനിച്ച ആ മനുഷ്യൻ്റെ മകളാണ് മീനാക്ഷി. കഞ്ഞി കുറച്ചുകൂടി കഞ്ഞി. അകത്തേക്ക് നോക്കി പറഞ്ഞു. കഞ്ഞി പകർന്നു കൊടുക്കുമ്പോൾ അവൾ ചിരിച്ചു. വെളുത്ത പല്ലുകൾ തിളങ്ങി മുറുക്കിച്ചു വന്ന ചുണ്ടുകൾ. അവൾക്ക് പുകയില വാങ്ങിക്കൊടുത്തു. കാവിൽ തിറയുണ്ടായപ്പോൾ ഒരു ചേല, ഒരു ഉറുപ്പികത്താലിയും. അതു കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ എന്നത്തേതിലുമധികം തിളങ്ങി. അവസാനം തമ്പ്രാൻ തന്നെ പരസ്യമായി കെട്ടിയിരിക്കുന്നു എന്നൊരു ഭാവം അവളുടെ മുഖത്ത് പ്രകടമായി കണ്ടു. കൊയ്ത്തു തുടങ്ങുന്നതിനു തലേ ദിവസം നേത്യാരമ്മയെ ചെന്നു കണ്ടു. പേമ്പി മെടുക്കിയാണ് അല്ലേ ഗോപാല? ആണെന്നും അല്ലെന്നും പറഞ്ഞില്ല. കൊയ്ത്തു കഴിഞ്ഞോട്ടെ. ഗോപാലൻ്റെ കുടിലൊന്നു മാറ്റണം. പച്ചക്കട്ട മുറിച്ചു കെട്ടിക്കാം. വേണ്ട, അതിന് ഞാനിവിടെ സ്ഥിരക്കാരനൊന്നും അല്ലല്ലോ. എന്താ, അമ്മാവനായി ഇണങ്ങിയോ? ഇല്ല. ആ പുഴക്കുനിയിൽ കുറേ റവന്യൂ ഭൂമി ഉണ്ടല്ലോ, അത് കിളപ്പിച്ച് സ്വന്തമായി കുറച്ച് വിത്തിട്ടൂടെ ഗോപാലിന്? വിത്തും പെണ്ണും
തന്ന് തന്നെ ഇവിടെ തളച്ചിടാനാ? വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാ. ഏരും വിത്തും വല്ലിയും ഇവിടുന്ന് എടുക്കാം. വേണ്ട, എല്ലായിടത്തും കൂടി കണ്ണെത്തൂല്ല. എൻ്റെ ഇഷ്ടം. വൃത്തിയുള്ള ചിന്തയും കഴുത്തിൽ ഉറുപ്പികത്താലിയുമായി പേമ്പി വയലിൽ ഇറങ്ങി കൊയ്യുന്നത് അടിയാത്തികൾ അസൂയയോടെ നോക്കി. തമ്പ്രാൻ്റെ പേമ്പി കൊയ്ത്തിന് ഇറങ്ങില്ലെന്നാണ് അവർ കരുതിയത്. വേണ്ട, തലയിൽ കയറ്റി വയ്ക്കേണ്ട. ഒരിക്കൽ ഉപേക്ഷിക്കപ്പെടേണ്ടവളാണ്. ഈ കറുത്ത മണ്ണ് പോലെ വളഞ്ഞു നിൽക്കുന്ന കാട് പോലെ, ചുറ്റിയടിക്കുന്ന തണുത്ത കാറ്റ് പോലെ, ചോലവെള്ളം പോലെ, പച്ചച്ചും കതിരണിഞ്ഞും കട്ടവിണ്ടും കാണുന്ന ഈ വയൽ പോലെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് ഇവളും. വല്ലി വാങ്ങാൻ വരുന്ന അടിയാന്മാർ കേൾക്കെ പുകയില കച്ചവടക്കാരൻ മമ്മദിനോട് പറഞ്ഞു, എന്തിനാ സ്വന്തം കൃഷി? ഞാനിവിടെ സ്ഥിരക്കാരനൊന്നും അല്ലല്ലോ. ഒന്നോ നാളെയോ എന്നറിയില്ല, നാട്ടിലേക്ക് അങ്ങ് പോവും. നേരോ? എന്താ സംശയം? അവൻ അകത്തേക്ക് ഇടം കണ്ണിട്ട് നോക്കി ചിരിക്കുന്നു. മുഖത്ത് നോക്കി, ഇത്തരമൊരു പെണ്ണിനെ നാട്ടിൽ കിട്ടില്ല എന്നാണോ? തനിക്ക് വേണ്ടി എല്ലാം നൽകിയ അവളെ താൻ നിശ്ചിത വരയ്ക്കപ്പുറത്തു നിർത്തി. മറ്റടിയാത്തികൾക്കൊപ്പം അവൾക്ക് കൃത്യമായി പച്ചനെല്ല് അളന്ന് വല്ലി കൊടുത്തു. നേത്യാരമ്മ സമ്മാനിച്ച പത്തായത്തിൻ്റെ താക്കോൽ ഒരിക്കലും അവളുടെ കയ്യിൽ കൊടുത്തില്ല. തനിക്ക് ചെലവിന് വേണ്ട നെല്ല് അന്നന്ന് കാലത്ത് അളന്ന് മുറത്തിലിട്ട് കൊടുത്തു. ഒരാഴ്ചത്തെയോ രണ്ടാഴ്ചത്തെയോ നെല്ല് ഒന്നായി പുഴുങ്ങി ഉണക്കി കുത്തി കരുതി വെച്ച് ചോറ് വയ്ക്കാൻ അവളെന്താ തൻ്റെ വീട്ടുകാരത്തിയാണോ? കൊയ്തു കഴിഞ്ഞ് മമ്മദ് തുണിക്കെട്ടുമായി താഴ്വരയിലെ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വന്നു. രാവിലെ ഉത്സവചന്തയിൽ അടിയാത്തികൾക്ക് വിൽക്കാനുള്ള ചിന്തകൾ. ഒരു ചിന്തയെടുക്ക്. ഗോപാലൻ നായരെ കണ്ടപ്പോൾ നിരത്തി മടക്കി വെച്ചിരിക്കുന്ന ചേലകപ്പുറം ഇരുന്ന ഒരു പുതിയ മാറാപ്പഴിച്ച് പൂക്കളുള്ള ഒരു നല്ല ചേല മമ്മദ് പുറത്തെടുത്തു. ഇതാർക്കാ? പായാരം പറയാതെ ഇതങ്ങട് എടുത്തോളിന്ന്. ആർക്കാണെന്ന്? ആർക്കാ? നായരുടെ കെട്ടിയോക്കല്ലാതെ. എൻ്റെ കെട്ടിയോളാ? അല്ല, പേച്ച് അടിയാത്തി പെണ്ണ് കെട്ടിയോളാവൂല്ലോ. താഴ്വരയിൽ 8.5 ഉറുപ്പികയ്ക്ക് കിട്ടുന്ന കടും നിറത്തിലുള്ള പരുക്കൻ ചേലകൾ 15 ഉറുപ്പികയ്ക്ക് വാങ്ങിയ അടിയാത്തികൾ പലരും വന്നു പോയി. ഗോപാലൻ നായർ ചേല വാങ്ങുന്നത് കാണാൻ അവർ കുറച്ചകലെ നിന്നു. എല്ലാവരും വാങ്ങിയ തരത്തിലുള്ള കടും നീല ചേലകളിൽ ഒന്ന് വാങ്ങി. മമ്മദ് കൊണ്ടുവന്ന ആകെ 2 നല്ല ചേലകൾ അവിടെ ശേഷിച്ചു. മമ്മദിൻ്റെ മുഖം കനത്തിരുന്നു. അവൻ ഈ ചേലകൾ ഇനി ആർക്കു വിൽക്കും? ആർക്കെങ്കിലും വിൽക്കട്ടെ, താൻ പറഞ്ഞിട്ടല്ലോ. അവൾ ചേല വാങ്ങി. വെളുത്ത പല്ലുകൾ തെളിഞ്ഞില്ല. ഒന്നും മറിച്ചു നോക്കുക പോലും ചെയ്യാതെ അവൾ അതുമായി അകത്തുപോയി. ഓരോ തവണയും ഏരു കെട്ടിക്കുമ്പോൾ കരുതി, അടുത്ത കൊയ്ത്തു കഴിയുമ്പോൾ നാട്ടിൽ പോകും, പിന്നെ തിരിച്ചു വരില്ല. പോയില്ല. കൊല്ലങ്ങൾ 1, 2 3 16 കഴിഞ്ഞു. നാട്ടിലെ കാര്യങ്ങൾ വിട്ടുകള ഗോപാല. നണക്കവിടെ കുറച്ച് കൃഷിയും കാര്യമൊക്കെ ആയിക്കൂടെ? ഇവിടുത്തെ മേലാളരുടെ കാര്യസ്ഥന്മാരെല്ലാം അങ്ങനെയല്ലേ? ഇവിടം കണ്ടാൽ വിടാനൊക്കില്ല. അദൃശ്യമായൊരു നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട പോലെയാണ്. 4 പാടും കൊഴുത്തു കുറുകിയ ഇരുട്ട്. ഉറക്കം വന്നില്ല. ചെകിടോർത്തു. കാടിൻ്റെ അനുസ്യൂതമായ ആരവം, മണ്ണട്ടയുടെ കരച്ചിൽ. ഒന്നുറങ്ങണം. അകത്ത് അനക്കമൊന്നും കേട്ടില്ല. അവൾ ഉറങ്ങിക്കാണുമോ? കുറച്ചു ദിവസങ്ങളായി അവളുടെ കൈകളിലെ ഇരുമ്പുവളകൾ പോലും ഉറക്കെ ശബ്ദിക്കുന്നില്ല. നിശബ്ദമായ കുടിലിനകത്ത് വിറകുകമ്പുകൾ പൊട്ടുന്ന ശബ്ദവും പൊട്ടിത്തെറിക്കുന്ന തീപ്പരിയുടെ തിളക്കവും മാത്രമേ ഉള്ളൂ. അവൾ എന്താണ് ആലോചിക്കുന്നത്? വിളമ്പി വെച്ചു കാത്തിരിക്കുന്ന ചോറുണ്ണാതെ ഇരിക്കുമ്പോൾ, തിളപ്പിച്ചാറിയ വെള്ളമിരിക്കെ ഐസുപോലെ തണുത്ത ചോലവെള്ളത്തിൽ കുളിക്കുമ്പോൾ, ഒരക്ഷരം മിണ്ടാതെ വേലയില്ലാത്ത നാളുകളിൽ കുടിലു വിട്ടിറങ്ങിപ്പോകുമ്പോൾ, രാവെന്നും പകലെന്നുമില്ലാതെ മമ്മദിൻ്റെ കടയിൽ വെടി പറഞ്ഞിരിക്കുമ്പോൾ, ഒരു വേളയിലും അവൾ എന്തു ചിന്തിക്കും എന്ന് താൻ വിചാരിച്ചിട്ടില്ല. 16 കൊല്ലം ഉപകരിച്ച അവൾ തൻ്റേതല്ലേ? കാട്ടിറമ്പിലെ ഈ കുടിലും അട്ടകളും ഞണ്ടുകളും ഒളിച്ചു കളിക്കുന്ന ഈ വയലും നേത്യാരമ്മയുടെ തൊഴുത്തിലെ പശുക്കളും അറയിലെ നെല്ലും എല്ലാം തൻ്റേതല്ലേ? അല്ല, ഒന്നുമല്ല. തനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഇവിടെ. അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ബുദ്ധിയില്ലായ്മ.
നാളെ അവളെ നേത്യാരമ്മയുടെ കളത്തിലേക്ക് പറഞ്ഞയക്കണം. 14 വയസ്സിൽ മുറ്റമടിക്കുന്നിടത്ത് നിന്ന് തൻ്റെ ആവശ്യത്തിന് പുറകെ നേത്യാരമ്മ പറഞ്ഞയച്ചു അവളെ. അവിടെ ഇനിയും ഉണ്ടാവും അടിക്കാനും തളിക്കാനും പാത്രം വടിക്കാനും. അല്ലെങ്കിൽ എന്താണ്, കളത്തിൽ ഇനിയും കാര്യസ്ഥന്മാർ വരില്ലേ? ഉള്ളിൽ എന്തോ 1-2 വീണുടഞ്ഞു. പേമ്പി തൻ്റെ സ്വന്തമല്ല. അല്ല ഈ കുടിലുപോലെ ഈ കളത്തിലെ അടുത്ത കാര്യസ്ഥൻ ആരാണ്? വെടിക്കാരൻ പോത്തനോ? ചിന്തകൾക്ക് അവിടെ കടിഞ്ഞാണിടണം. തൻ്റെ കൺമറയത്ത് പേമ്പിയുടെ പിന്നാലെ ചെല്ലാറുള്ള പോത്തൻ്റെ കണ്ണുകൾ. വയ്യ, നാളെയാവട്ടെ. അവളെ കളത്തിൽ തന്നെ കൊണ്ടു ചെന്നാക്കണം. അവിടുത്തെ അടിച്ചു തളിക്കാരിയാക്കട്ടെ. ഒന്ന് മയങ്ങിയോ? എന്തേ കേട്ടത്? കാട്ടിലൊരു വെടി പൊട്ടിയ? വെടിക്കാരൻ പോത്തൻ സ്ഥലത്തുണ്ടോ? കാട്ടിൽ ആനയുടെ ചിഹ്നം വിളിയല്ലേ കേട്ടത്? ഉണർന്നപ്പോൾ കിളികൾ ചിലച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണട്ടകളുടെ സ്വരം മാറി. തണുത്ത കാറ്റ് പതിവിലധികം തണുപ്പോടെ ആഞ്ഞു വീശി. കണ്ണു തിരുമ്മി എണീറ്റു. പോകുന്നതിന് മുമ്പ് മമ്മദിനെ കാണണം. നേത്യാരമ്മയോട് യാത്ര പറയണം. നാട്ടിൽ കാരണവർ മരിച്ചിരിക്കുന്നു. കുടുംബത്തിലെ ആളില്ല. അവർ തടസ്സം പറയുമായിരിക്കും. പറയട്ടെ. കിടന്ന പായ ചുരുട്ടി പുറത്തു നിന്നുകൊണ്ട് തന്നെ അകത്തെ മൂലയിലേക്കിട്ടു. കരിമ്പടം മടക്കി വയ്ക്കാൻ പെട്ടിയുടെ അടുത്തേക്ക് നീങ്ങുന്നതിനിടയിൽ വീണ്ടും കാലിൽ എന്തോ തട്ടി കിലുങ്ങി. കുനിഞ്ഞു നോക്കി. വെളിച്ചമായിട്ടില്ല. തപ്പിയെടുത്തു. ഞെട്ടിപ്പോയി. കടകങ്ങളും ചൂടയും പേമ്പിക്ക് വാങ്ങിക്കൊടുത്ത ഓട്ടുവളകളും നേർത്ത ഇരുമ്പുവളകളും. സംശയം തീർന്നില്ല. അവളെവിടെ? വെളിച്ചം കുറേശ്ശെ പരന്നു തുടങ്ങിയിരുന്നു. അകത്ത് കടന്നു നോക്കി. പേമ്പി. വാക്കുകൾ പുറത്തു വരാൻ പേടിച്ചു നിന്നു. അയാൾ ശബ്ദിക്കാതെ അകത്ത് കിടന്നു. അവളെവിടെ? ഇത്ര നേർത്ത് എണീറ്റോ? പുറത്ത് വെള്ളപ്പാത്തിയുടെ അടുത്തു കാണും. പാത്രം തേക്കുകയാവും. വിളമ്പാത്തിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദം മാത്രം കേട്ടു. കൂടെ കാടിൻ്റെ ആരവം, തവളകളുടെ കരച്ചിൽ, കിളികളുടെ ചിലക്കൽ, മലയണ്ണാൻ്റെ ചിലമ്പിച്ച ഒച്ചകൾ. അടുക്കള ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ അയാൾ ഒന്നുകൂടി അന്വേഷിച്ചു. അവളുടെ പായ് മൂലയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നു. കുറെ കൂടി പരന്ന വെളിച്ചത്തിൽ അയാൾ ഒന്നുകൂടി കണ്ടു. അവളുടെ പുതിയ സാരി. വിഷുവിന് കാവിലെ ചന്തയിൽ നിന്ന് വാങ്ങിയ സാരി. അതൊരു കടലാസിൽ ഭംഗിയായി ചുരുട്ടി വെച്ചിരിക്കുന്നു. ഒരു ചെറിയ പൊതി നാണയങ്ങൾ. താൻ പലപ്പോഴായി പേമ്പിക്ക് വളയും കുങ്കുമവും വാങ്ങാൻ കൊടുത്ത ചില്ലറ പൈസ. കൂട്ടത്തിൽ വിരലിൽ തടഞ്ഞ ഉറുപ്പികത്താലി. ഒരു ചെറിയ പാമ്പിനെ പോലെ അയാളുടെ വിറയ്ക്കുന്ന വിരൽ തുമ്പിൽ തൂങ്ങിക്കിടന്നു. നിലത്തിരുന്നു പോയി. തണുത്തു വെറുങ്ങലിച്ച നിലത്ത്. പേമ്പി തന്നെ വിട്ടുപോയിരിക്കുന്നു. താൻ പേമ്പിയെയല്ല. അയാളുടെ തലച്ചോറിലൂടെ, ഹൃദയത്തിലൂടെ, ഞരമ്പുകളിലൂടെ ഒരു ചുഴലിക്കാറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു. ചൂളമടിച്ചുകൊണ്ട് ഒരു തണുത്ത കാറ്റ് കുടിലിനെ ചുറ്റി വീശി. ഉണങ്ങിയ വൈക്കോൽ തുരുമ്പുകൾ പറന്നുയർന്നു. കാട്ടിലപ്പോഴും ആനയുടെ ചിഹ്നം വിളി കേട്ടു. നേരം നന്നേ വെളുത്തപ്പോഴും ശൂന്യമായ കുടിലിൻ്റെ കോലായിൽ പൂട്ടിയ ഇരുമ്പുപെട്ടിയുടെ പുറത്ത് കൈവച്ചുകൊണ്ട് അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു.